എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതും കേൾക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളൊരു അന്ധവിശ്വാസിയാണ്. അപ്പം ഞാനൊരു അന്ധവിശ്വാസിയായിരുന്നു. ആ അന്ധവിശ്വാസത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു കടന്നു. അപ്പം ഞാൻ എങ്ങനെ അന്ധവിശ്വാസിയായെന്ന് പറയാം. അപ്പം എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ ഫാദർ ഭയങ്കര വിശ്വാസിയായിരുന്നു. അപ്പം എപ്പോഴും എൻ്റെ വീട്ടിൽ ഭയങ്കര പൂജ മീൻസ് വിളക്ക് കത്തിക്കുന്ന മുറിയിൽ ഇങ്ങനെ മണിയൊക്കെ അടിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നും വലിയ മാലയൊക്കെ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വലിയ നമ്മൾ അമ്പലത്തിൽ കൊടുക്കുന്ന പോലെ മാലയൊക്കെ മേടിച്ച് പൂജാ വിഗ്രഹങ്ങളിലൊക്കെ ഇട്ട് അതുപോലെ എന്നും വലിയ പ്രാർത്ഥനയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു ഫാദർ ആയിരുന്നു എനിക്ക്. അപ്പൊ എപ്പോഴും ഈ ഒരു ഇത് കണ്ടു വളർന്നതുകൊണ്ടാവും എന്നെ അദ്ദേഹം കുറെ അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഭക്തയായിരുന്നു ഞാൻ ചെറുപ്പകാലത്തിലെ. അപ്പൊ ഈ ഭക്ത എന്ന് വെച്ചാൽ അപ്പൊ എന്റെ ഹസ്ബൻഡിന് കുറച്ചൊക്കെ ഹസ്ബൻഡ് അല്ല എന്റെ ഫാദറിന് കുറച്ചൊക്കെ ഈ അസ്ട്രോളജി പരമായ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ കേൾക്കുമ്പോൾ അപ്പം രാഹുകാലം, യമകണ്ഠകാലം, ഇങ്ങനെ ഓരോ കാലങ്ങളൊക്കെ പറഞ്ഞ് അതൊക്കെ എന്നെയും കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറെ ഇതിപ്പം നമ്മൾ ഈ ചെറുപ്പകാലത്തിലാണല്ലോ നമ്മളിങ്ങനെ വലുതാവുമ്പോഴും നമ്മളത് ബാധിക്കും എന്ന് പറയുന്ന പോലെ കുറെ വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ ഈ വാരഫലമൊക്കെ നോക്കിയിട്ട് ഇന്നിപ്പം നിങ്ങൾക്ക് ആരോടും മിണ്ടാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ ആഴ്ച നിങ്ങൾ ആരോടെങ്കിലും വഴക്കൂടും എന്നൊക്കെ ഞാൻ എന്നിട്ട് അന്നത്തെ കാലത്ത് മനോരമ, മംഗളം, വീക്കിലിയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ലാസ്റ്റ് പേജിൽ ഇങ്ങനെ ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ എന്ന് പറയുന്ന സംഭവം ഞാൻ പോയി നോക്കിയിരിക്കും. എന്നിട്ട് എനിക്ക് തോന്നുന്നു അത് 7, 8, 9 എൻ്റെ ഹൈസ്കൂൾ പീരീഡിലൊക്കെയാണെന്ന് തോന്നുന്നു. ആ ടൈമിലൊക്കെ ഞാനത് വായിച്ചിട്ട് ആ ആഴ്ച ചിലപ്പം എഴുതിയിരിക്കും, ഇന്ന് സുഹൃത്തുക്കളോട് പിണങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ മൗനം പാലിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഞാൻ മിണ്ടത്തില്ല, അധികം ആരോടും സംസാരിക്കത്തില്ല. അതിനനുസരിച്ചായിരുന്നു ഞാൻ സഞ്ചരിച്ചോന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്നിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും എന്നെ പറ്റി, പക്ഷെ നമ്മൾ അവരോട് പറയത്തില്ല. എൻ്റെ കൂട്ടുകാരോട് പിണങ്ങും എന്നുണ്ടെങ്കിൽ ആ ആഴ്ച കൂട്ടുകാരോടൊന്നും വഴക്കടിക്കാതിരിക്കും. ഇങ്ങനെ അതിനനുസരിച്ച് സഞ്ചരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഇത് കുറേ കാലങ്ങൾ ഇങ്ങനെ ഞാൻ ഈ വീക്കിലി പിന്നെ വനിത ഇതിലൊക്കെ കാണുന്ന ഈ മാസത്തിലെ വാരഫലങ്ങൾ, വർഷഫലങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്ത് ജീവിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇതിന്റെ ഇൻഫ്ലുവൻസ് മാറിയത് എപ്പോഴാണെന്ന് പറയാം. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് ജോലിയൊക്കെ കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ഇപ്പൊ നമ്മൾ കാലം മാറുമ്പോഴത്തേക്കും കോലം മാറും എന്ന് പറഞ്ഞ പോലെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ യൂട്യൂബിലേക്കൊക്കെ മാറി. യൂട്യൂബിൽ അന്നേരം എനിക്കൊരു ഞാൻ അതൊന്നും ഐഡന്റിറ്റി ഒന്നും റിവീൽ ചെയ്യുന്നില്ല, ഒരു ഇങ്ങനെ അസ്ട്രോളജി പറയുന്ന ഒരു വ്യക്തി. അപ്പൊ അവരിങ്ങനെ നമ്മുടെ നക്ഷത്ര ഫലങ്ങളും ഒക്കെ ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ അതിനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അപ്പൊ ഒരു തവണ അവർ പറഞ്ഞു വിഷു ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെ എല്ലാ സാധനങ്ങളും മാറ്റി, എല്ലാ പുതിയ സാധനങ്ങളും മാറ്റി എല്ലാം റെഡിയാക്കുവാണെങ്കിൽ ഭയങ്കര സംഭവമായിരിക്കും, ഇങ്ങനെ ഭയങ്കര നമുക്ക് പോസിറ്റീവ് ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഒരു 5-8 വർഷം മുന്നേ കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് അപ്പം വീട്ടിൽ ഒരുവിധം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അവർ പറഞ്ഞു വീട്ടിൽ ഒടിഞ്ഞ കാലുള്ള കസേര ഒന്നും കാണാൻ പാടില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരു കാലൊടിഞ്ഞ കസേരയിൽ എൻ്റെ അമ്മ കുറച്ച് തുണിയൊക്കെ പെറുക്കി വെച്ചേക്കുന്നു. അതൊരു മൂലയെ വെച്ചേക്കുവാണ്. പെട്ടെന്ന് ഞാൻ ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു പറ്റത്തില്ല, ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും മാറ്റണം, വിഷു ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പഴയ സാധനം പറ്റത്തില്ല. എന്നിട്ട് ഹസ്ബൻഡ് ചോദിച്ചു നിനക്ക് വട്ടാണോ, ഇതൊക്കെ എന്ത് ചെയ്യും, എൻ്റെ പൈസ ഒന്നുമല്ല ഇത്ര സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് എന്താണെങ്കിലും നിർബന്ധമായിട്ട് ഞാൻ പോയി 5 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എടുത്ത് വീട്ടിലെ സകലമാന സാധനങ്ങൾ മാറ്റി, എല്ലാം പുതിയ സാധനങ്ങൾ, ഫർണിച്ചറും അതും ഇതും എല്ലാം വാങ്ങിച്ചു കൂട്ടി വെച്ചു. ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് തലയ്ക്ക് ഓളമാണ്. എല്ലാം വാങ്ങിച്ചു, ഹസ്ബൻഡിനെ കൊണ്ട് കൂട്ടി എല്ലാം റെഡി ആക്കി കേട്ടോ, വീട് മൊത്തം സെറ്റാക്കി വിഷുവിന്. അങ്ങനെ വിഷു വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്തേ എൻ്റെ അച്ഛൻ ആക്സിഡന്റ് ആയിട്ട് അവിടുന്ന് ഇപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അപ്പൊ അവിടെ മെഡിക്കൽ കോളേജിൽ കിടക്കണം, അഡ്മിറ്റ് ആയിട്ട് കിടക്കണം. എന്നിട്ട് ഇപ്പൊ തിരിച്ച് മെഡിക്കൽ കോളേജിനടുത്ത് ഞങ്ങളുടെ വീടായതുകൊണ്ട് തന്നെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ വിഷു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അച്ഛന്റെ ഫുൾ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഞങ്ങൾ നോക്കേണ്ടിരുന്നു. ഉടനെ എന്നെ ഹസ്ബൻഡ് എന്നെ ഒരു നോട്ടം എന്നിട്ട് ചോദിച്ചു നീ എന്താ പറഞ്ഞത്, വിഷു ആയി കഴിഞ്ഞാൽ വീട്ടിലെ സാധനം മൊത്തം മാറ്റി കഴിഞ്ഞാൽ ഇവിടെ എന്തോ നല്ല കാലം വരുമെന്ന്. എന്നെ ഇങ്ങനെ നോക്കിയിട്ട് വന്നു, ശരിക്കും നല്ല കാലം വന്നല്ലേ. എന്നിട്ട് അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം നമ്മൾ മറ്റൊരാളെ അന്ധമായി വിശ്വസിക്കുന്നുണ്ടല്ലോ ഒരു കാര്യം. കാരണം ഞാൻ ആവശ്യമില്ലാതെ ഒരു പേഴ്സണൽ ലോൺ എടുത്ത് ഇത്രയും സാധനങ്ങളൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ ഒന്നുമല്ല, നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇങ്ങനെയുള്ള മായാവലയത്തിലൊക്കെ പോയി വീഴുന്ന ആൾക്കാർ ഉണ്ട്. അപ്പൊ ഇതെന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതുകൊണ്ട് കുറച്ച് പേരെങ്കിലും എന്നെ പോലെയൊക്കെയുള്ള കുറച്ച് അന്ധവിശ്വാസികൾ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ആ ഒരു ചിന്ത മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്.
അപ്പൊ നിങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞാനും കുറെ വർഷം ഇങ്ങനെയുള്ള അസ്ട്രോളജിയിലൊക്കെ വിശ്വസിച്ച വ്യക്തിയാണ്. അപ്പൊ ഇത് മൊത്തവും അവരെല്ലാം ഞാൻ കുറ്റപ്പെടുത്തുമല്ല, എല്ലാം നമ്മൾക്കും കൂടിയുള്ള കോറിലേറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിക്കരുത്. അത് കണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എന്നെ പോലെ അബദ്ധങ്ങൾ പറ്റരുത്. അപ്പോൾ ഈ അസ്ട്രോളജിയും വാരഫലവും ഒക്കെ വായിക്കുന്നവര് എല്ലാവർക്കും നിങ്ങളുടെ അതേ നക്ഷത്രമായിരിക്കും. എല്ലാവർക്കും ഇതൊക്കെ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അപ്പൊ നമ്മൾ ഈ ചില ഇതിൽ എഴുതി കാണിക്കുന്ന പോലെ എന്താ പറയുക, അപ്പൊ പുക വലിക്കുന്നതിന്റെ അടിയിൽ എഴുതും ആരോഗ്യത്തിന് ഹാനികരമെന്ന്. അതുപോലെ തന്നെ ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവർ ഒന്നുകിൽ ആദ്യമോ അവസാനമോ ഈ നക്ഷത്രഫലം പറയുന്നവർ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മാത്രം ഉള്ളതല്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ നമ്മൾ അത് കേൾക്കത്തില്ലല്ലോ. ഇത് പറയുമ്പോഴേ ഇത് നമ്മുടെ ആണെന്ന് വിചാരിച്ചാണ് നമ്മളിത് കേൾക്കുന്നത്. അപ്പൊ അനുഭവം ഗുരു. നിങ്ങളും ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഭംഗി ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.